ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 4-ാം അധ്യായം. ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരം നിമിത്തം ഏറ്റവും ഗർവിഷ്ഠനായ ഹിരണ്യകശിപു ചെയ്ത ലോകോപദ്രവത്തെയും ദിക്പാലന്മാരുടെ ദുഃഖത്തെയും ഈ അധ്യായത്തിൽ പറയുന്നു. നാരദ ഉവാച. ഏവം വൃതശതധൃതിർ ഹിരണ്യകശിപോ രഥാ പ്രാതാത്തപസാ പ്രീതോ വരാംസ്തസ്യ സുദുർലഭാൻ. നാരദൻ അരുളി ചെയ്തു. ഹിരണ്യകശിപു വരം ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ബ്രഹ്മാവ് സുദുർലഭങ്ങളായ ആ വരങ്ങൾ ഹിരണ്യകശിപുവിന് കൊടുത്തു. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ തപസ്സിനാൽ ബ്രഹ്മദേവൻ അത്രത്തോളം സന്തോഷിച്ചിരിക്കുന്നു. ബ്രഹ്മോവാച. താതേ മേ ദുർലഭാ പുംസാം യാൻ വൃണീഷേ വരാൻ മമ തഥാപി വിതരാമ്യംഗ വരാൻ യദപി ദുർലഭാൻ. ബ്രഹ്മാവ് അരുളി ചെയ്തു. ഹേ വത്സ, നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന വരങ്ങൾ മനുഷ്യർക്ക് ലഭിപ്പാൻ പ്രയാസമുള്ളവയാകുന്നു. എങ്കിലും നിന്റെ തപസ്സിൻ്റെ ദാർഢ്യം കൊണ്ട് സന്തുഷ്ടനായതുകൊണ്ട് നിനക്ക് ഞാൻ ആ വരങ്ങൾ നൽകുന്നു. തതോ ജഗാമ ഭഗവാൻ അമോഘാനുഗ്രഹോ വിഭുഃ പൂജിതോ സുരവര്യേണ സ്തൂയമാന പ്രജേശ്വരൈഃ. സർവവ്യാപിയും ഐശ്വര്യാദി ഗുണപരിപൂർണനുമായ ബ്രഹ്മദേവൻ നൽകുന്ന അനുഗ്രഹം ഒരു കാലത്തും നിഷ്ഫലമായി വരികയില്ല. അതുകൊണ്ട് കാംക്ഷിച്ച വരം നൽകിയ ദേവനെ അസുരേശ്വരനായ ഹിരണ്യകശിപു പൂജിച്ചു. മരീച്യാദി പ്രജാപതികൾ സ്തുതിച്ചു. ബ്രഹ്മാവ് സത്യലോകം പ്രാപിക്കുകയും ചെയ്തു. ഏവം ലബ്ധവരോ ദൈത്യോ ബിഭ്രദ്ദേ മമയം വപുഃ ഭഗവത്യകരോദ്വേഷം ഭ്രാതുർവതമനുസ്മരൻ. ബ്രഹ്മാവിൽ നിന്നും വരം ലഭിച്ചതിനു ശേഷം ഹിരണ്യകശിപുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു. തപസ്സുകൊണ്ടും ബ്രഹ്മാവിൻ്റെ കമണ്ഡലു തീർത്ത പ്രോക്ഷണ മാഹാത്മ്യം കൊണ്ടും സ്വർണവർണ്ണമായിരിക്കുന്ന ശരീരത്തെ ധരിച്ചിരിക്കുന്ന ഹിരണ്യകശിപുവിന് ഇപ്രകാരം വരം ലഭിച്ചപ്പോൾ സഹോദരനായ ഹിരണ്യാക്ഷനെ വധിച്ചവനായതുകൊണ്ട് ഭഗവാനായ ശ്രീഹരിയിൽ വിദ്വേഷഭാവത്തെ അവൻ അംഗീകരിച്ചു. സവിദ്യത്യദിശ സർവ ലോകാംശ്ചത്രീൻ മഹാസുരഃ ദേവാസുരമനുഷ്യേന്ദ്രാൻ ഗന്ധർവഗരുഡോരഗാൻ സിദ്ധചാരണവിദ്യാദ്രാൻ ഋഷീൻ പിതൃപദീൻ മനൂൻ യക്ഷരക്ഷപിശാചേശാൻ പ്രേതഭൂതപദീനത സർവസത്വപദിം ജിത്വാ വശമാനീയ വിശ്വജിത് ജഹാരലോകപാലാനാം സ്ഥാനാനി സഹ തേജസ. അസുരാധിപനായ ഹിരണ്യകശിപു ഉടനെ ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. ഓരോ ലോകങ്ങളായി 3 ലോകങ്ങളെയും അവയിലുള്ള സകല ദിക്കുകളെയും ജയിച്ചു. ദേവാധിപനായ ഇന്ദ്രൻ, അസുരാധിപന്മാർ, മനുഷ്യാധിപന്മാരായ രാജാക്കന്മാർ, ഗന്ധർവന്മാരുടെ അധിപൻ, പക്ഷികളുടെ അധിപനായ ഗരുഡൻ, സർപ്പങ്ങളുടെ നാഥൻ, സിദ്ധചാരണ വിദ്യാധരന്മാരുടെ അധിപന്മാർ, ഋഷികൾ, പിതൃപതികൾ, മനുക്കൾ, യക്ഷന്മാർ, രക്ഷസ്സുകൾ, പിശാചന്മാർ, ഇവരുടെ നാഥന്മാർ, പ്രേതപതികൾ, ഭൂതപതികൾ എന്നുവേണ്ട സർവ പ്രാണിവർഗങ്ങളുടെയും സംഘപാലന്മാർ, ഇവരെ എല്ലാം ജയിച്ച് കീഴടക്കി ലോകത്തെ ജയിച്ചവൻ എന്ന നിലയിൽ ദിക്പാലന്മാരുടെ തേജസ്സിനെയും സ്ഥാനങ്ങളെയും അപഹരിച്ചു. ദേവോദ്യാനശ്രിയാജുഷ്ടം മധ്യാസ്തേ സ്മ ത്രിവിഷ്ടഭം മഹേന്ദ്രഭവനം സാക്ഷാത് നിർമ്മിതം വിശ്വകർമ്മണ ത്രൈലോക്യലക്ഷ്മ്യായാതനം അദ്യുവാസാഖിലർദിമത്. നന്ദനം എന്നു പേരായ ഉദ്യാനത്തിൽ നിന്ന് പുറപ്പെടുന്ന ശോഭയോടുകൂടിയ ദേവലോകത്തെ വാസസ്ഥാനമായി കൽപ്പിച്ചു. ദേവശില്പിയായ വിശ്വകർമാവ് നിർമ്മിച്ചതും 3 ലോകങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടവും സകല സമൃദ്ധിയുള്ളതുമായ സാക്ഷാൽ ദേവേന്ദ്രൻ്റെ ഭവനത്തെ സ്വാധീനപ്പെടുത്തി ആ സ്ഥാനത്തിൽ വസിച്ചു. എത്ര വിദ്രുമമസോപാന മഹാമാരകതാഭുവഃ എത്ര സ്ഫാടിക കുഢ്യാനി വൈദ്യൂര്യസ്തംഭപങ്ക്തയഃ എത്ര ചിത്രവിധാനാനി പത്മരാഗാസനാനി ച പയഫേന നിഭാശയ്യ മുക്താദാമപരിച്ഛദാഃ കൂജദ്ഭിർനൂപുരർദേവ്യഃ ശബ്ദയന്ത്യ ഇതസ്തതഃ രത്നസ്ഥലീഷു പശ്യന്തി സുദതി സുന്ദരം മുഖം. മഹേന്ദ്രഭവനം സർവസമൃദ്ധിയുള്ളതാണെന്ന് ആദ്യം പറഞ്ഞതിനെ വിസ്തരിക്കുന്നു.
മഹേന്ദ്രഭവനത്തിൽ താണസ്ഥലങ്ങളിൽ നിന്ന് മുകളിലേക്ക് കയറുവാനുള്ള പടവുകൾ വിദ്രുമം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. നിലങ്ങളിൽ മരതക കല്ലുകൾ പതിച്ചിരിക്കുന്നു. ചുമരുകൾ സ്ഫടികം കൊണ്ടുണ്ടാക്കിയവ, സ്തംഭങ്ങളുടെ നിരകൾ വൈഡൂര്യം കൊണ്ടുണ്ടാക്കിയവ, വിചിത്രങ്ങളായ വിധാനങ്ങൾ, ഇരിപ്പാനുള്ള സിംഹാസനങ്ങൾ പത്മരാഗം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവ, ശയ്യകൾ പാൽനുര പോലെ അതിശുഭ്രങ്ങൾ, ഉപയോഗിപ്പാനുള്ള പാത്രങ്ങൾ മുത്തുമാലകളാൽ അലങ്കരിക്കപ്പെട്ടവ. ഇപ്രകാരമുള്ള രാജധാനിയിൽ വസിക്കുന്ന സുന്ദരികളായ ദേവസ്ത്രീകൾ ശബ്ദമുള്ള കാൽച്ചിലമ്പുകൾ നിമിത്തം അവിടവിടെ ശബ്ദം ജനിപ്പിച്ചും കൊണ്ട് സഞ്ചരിക്കുന്ന സമയം രത്നമയങ്ങളായ സ്ഥലങ്ങളിൽ അവരവരുടെ സൗന്ദര്യമുള്ള മുഖത്തെ നോക്കും. തസ്മിൻ മഹേന്ദ്രഭവനെ മഹാബലോ മഹാമനാ നിർജിതലോക ഏകരാട് രേമേ ബിവദ്യാംഗ്രിയുഗസുരാദിഭിഃ പ്രതാപിതേർ ഊർജിത ചണ്ഡശാസനഃ. മഹത്തായ ശരീരബലവും ഉന്നതമായ സങ്കല്പവുമുള്ള ഹിരണ്യകശിപു സകല ലോകങ്ങളെയും ജയിച്ചു കീഴടക്കി ഏകാധിപത്യത്തോടുകൂടി ദേവലോകത്തിൽ ഇന്ദ്രാസനത്തിലിരുന്ന് ഭരിക്കുമ്പോൾ അത്യുഗ്രശാസനത്തിൻ കീഴിലിരിക്കുന്ന ദേവന്മാർ ഹിരണ്യകശിപുവിൻ്റെ പ്രതാപത്തെ ഭയപ്പെട്ടും കൊണ്ട് പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിരുന്നു. ഇപ്രകാരം സ്വർഗഭോഗം അനുഭവിച്ച് രമിച്ചു അവൻ. തമംഗമത്തം മധുനോരുഗന്ധിന വിവൃത്തതാമ്രാഷമശേഷധിഷ്ണ്യപാഹ ഉപാസതോപായന പാണിഭിർവിന ത്രിഭിസ്തഭോ യോഗബലൗജസാംപദം. ഹേ ആത്മതുല്യനായ യുധിഷ്ഠിര മഹാരാജാവേ, ബ്രഹ്മാവ്, വിഷ്ണു, സദാശിവൻ ഇവർ 3 പേരൊഴികെയുള്ള സകല ലോകപാലന്മാരും കൈകളിൽ കാഴ്ചദ്രവ്യങ്ങളോടുകൂടി വന്ന് ഹിരണ്യകശിപുവിനെ സേവിച്ചു. ഉത്കടഗന്ധമുള്ള മധുപാനം ചെയ്യുകയാൽ ചലിച്ചും ചുവന്നുമിരിക്കുന്ന നേത്രങ്ങളോടുകൂടിയ ഹിരണ്യകശിപുവിൻ്റെ ഭയങ്കര സ്വരൂപത്തെ ഭയപ്പെട്ടും തപസ്, യോഗം, ശരീരബലം, ഇന്ദ്രിയബലം ഇവയുടെ സമ്പൂർണത നിമിത്തം ബഹുമാനിച്ചും കൊണ്ടാണ് ദിക്പാലകന്മാർ വന്ദിച്ചിരുന്നത്. ജഹുർമഹേന്ദ്രാസനമോജസാസ്ഥിതം വിശ്വാവസുസ്തുംബുരുരു സ്മദാദയഃ ഗന്ധർവസിദ്ധ ഋഷയോസ്തുവൻ മുഹുർവിദ്യാധര അപ്സരസശ്ച പാണ്ഡവ. ഓരോ സംഘക്കാർ ഏതുവിധം ഉപാസിച്ചുവെന്നത് വിവരിക്കുന്നു. ഹേ പാണ്ഡവ, സ്വശക്തിയാൽ സകലരെയും ജയിച്ച് മഹേന്ദ്രാസനത്തിൽ വസിക്കുന്ന ഹിരണ്യകശിപുവിനെ ഗന്ധർവമുഖ്യനായ വിശ്വാവസു, തുമ്പുരു, ഞാൻ എന്നിങ്ങനെ ഗാനനിപുണന്മാരായവർ അവൻ്റെ പരാക്രമാദി ഗുണങ്ങൾ ഗാനം ചെയ്തു. ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ഋഷികൾ, വിദ്യാധരന്മാർ, അപ്സരസുകൾ എന്നിവർ പലപ്പോഴും സ്തോത്രം ചെയ്തു. സയേവ വർണ്ണാശ്രമഭി ക്രതുഭിർഭൂരിദക്ഷിണൈഃ യുജ്യമാനോഹവിർഭാഗാൻ അഗ്രഹീസ്വേന തേജസ. വർണ്ണാശ്രമധർമ്മങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾ നടത്തുന്ന ഭൂരിദക്ഷിണയോടുകൂടിയ യാഗാദികർമ്മങ്ങൾ കൊണ്ട് ഹിരണ്യകശിപുവിനെ തന്നെ ആരാധിക്കണമെന്നാണ് കൽപ്പന. ആ വക കർമ്മങ്ങളിൽ ഹവിർഭാഗങ്ങൾ അവൻ തന്നെ സ്വീകരിച്ചു. അത്രത്തോളമായിരുന്നു ഹിരണ്യകശിപുവിൻ്റെ ആജ്ഞാശക്തിയും മഹിമയും. അഗൃഷ്ടപച്യ തസ്യാസീത് സപ്തദീപവധീമഹി തഥാ കാമദുഃഖാദ്യൗസ്തു നാനാശ്ചര്യപ്രദം നഭഃ. വീരന്മാരെ എല്ലാവരും പൂജിക്കും. 7 ദീപങ്ങളടങ്ങിയ അവൻ്റെ ഭൂമി ഉഴവുകൂടാതെ തന്നെ ബലഭക്വ പരിപൂർണയായി ഭവിച്ചു. സ്വർഗാഭിമാനിനിയായ ദേവത അവൻ ആഗ്രഹിക്കുന്നത് തൽക്ഷണം നൽകിക്കൊണ്ടിരുന്നു. അന്തരീക്ഷാഭിമാനിനിയായ ദേവതയോ അത്യാശ്ചര്യകരങ്ങളായ വിവിധ വസ്തുക്കൾ ആ വിധം തന്നെ പ്രദാനം ചെയ്തു. രത്നാകരാശ്ച രത്നൗകാംസ്തത്പത്ന്യശ്ചോഹുരൂർഭിഃ ക്ഷാരസീതു ഘൃതക്ഷൗദ്രദധീക്ഷീരാമൃതോദകാഃ. ഉപ്പ്, മദ്യം, നെയ്യ്, കരിമ്പിൻ രസം, തൈർ, പാൽ, ശുദ്ധജലം എന്നിവയാകുന്ന ജലത്തോടുകൂടിയ 7 സമുദ്രങ്ങളും പുഴകളും തിരമാലകളിൽ കൂടി രത്നങ്ങൾ മുതലായ ശ്രേഷ്ഠ പദാർത്ഥങ്ങൾ വഹിച്ചുകൊണ്ടുവന്ന് ഹിരണ്യകശിപുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. ശൈലാദ്രോണീഭിരാക്രീഡം സർവൃത്തുഷു ഗുണാൻ ദ്രുമാഃ ദതാരലോകപാലാനാം ഏകയേവ പൃഥക് ഗുണാൻ. പർവ്വതങ്ങൾ താഴ്വര പ്രദേശങ്ങളെ ക്രീഡാസ്ഥാനങ്ങളാക്കി തീർത്തു. വൃക്ഷങ്ങൾ എല്ലാ ഋതുക്കളിലുമുള്ള ഫലപുഷ്പ സമൃദ്ധികളെ എല്ലാ കാലത്തും പ്രകാശിപ്പിച്ചു. ഹിരണ്യകശിപു ഏകൻ തന്നെ ഇന്ദ്രാഗ്നി വരുണാദികളായ ലോകപാലകന്മാർ നടത്തേണ്ട വർഷാദി വ്യാപാരങ്ങൾ നിയമേന നടത്തി. സയിത്തം നിർജിതക കുബേരാഡ്യുഷയാൻ പ്രിയാൻ യഥോപജോഷം പുഞ്ചാനോ നാതൃപ്യത ജിതേന്ദ്രിയഃ. ഇപ്രകാരം സകല ദിക്കുകളും ജയിച്ച് ഏകാധിപത്യത്തെ വഹിച്ചിരിക്കുന്ന ആ ഹിരണ്യകശിപു
ഏതേതു സമയത്തിൽ ഏതേതു ഭോഗങ്ങളെ ഇഷ്ടപ്പെടുന്നുവോ അതേവിധം ആ വക സകല വിഷയങ്ങളെയും തടസ്സമില്ലാതെ അനുഭവിച്ചിരുന്നുവെങ്കിലും ഇന്ദ്രിയങ്ങളെ ജയിക്കാതിരുന്നതിനാൽ ആ വിധം ഭോഗാനുഭവങ്ങൾ കൊണ്ട് സംതൃപ്തിയുണ്ടായില്ല. ജിതേന്ദ്രിയനല്ലാത്തവന് എന്തുതന്നെ ഉണ്ടായിരുന്നാലും ബലമില്ല എന്ന തത്വം വിശദമാക്കി. ഏവമൈശ്വര്യമത്തസ്യ തൃപ്തസ്യോച്ഛാസ്ത്രവർത്തിനഃ കാലോ മഹാൻ വ്യതീയായ ബ്രഹ്മശാപമുപേയുഷഃ. ഇപ്രകാരം സർവാധിപത്യം ലഭിച്ചതിനാൽ കൃത്യാകൃത്യ വിചാരമില്ലാതെ മതിച്ചും ഗർവത്തെ പ്രകാശിപ്പിച്ചും ശാസ്ത്രമര്യാദകളെ ഉല്ലംഘിച്ചും ബ്രാഹ്മണ ശാപഫലത്തെ അനുഭവിച്ചുകൊണ്ട് കാലക്ഷേപം ചെയ്യുന്ന ഹിരണ്യകശിപുവിൻ്റെ എത്രയോ അധികരിച്ച ആയുഷ്കാലം 71 യുഗം വ്യർത്ഥമായി കഴിഞ്ഞുപോയി. തസ്യോഗ്രദണ്ഡ സംവിഘ്നാഃ സർവേ ലോകാഃ സപാലകാഃ അന്യത്ര ലബ്ധശരണാഃ ശരണം യയുരച്യുതം. അതികഠിനമായി ദണ്ഡിക്കുന്ന സ്വഭാവത്തോടുകൂടിയ അവൻ്റെ ക്രൂരശാസനം നിമിത്തം ഭയപ്പെട്ടിരിക്കുന്ന ദിക്പാലകന്മാരടങ്ങിയ സകല ലോകങ്ങളിലെ നിവാസികളും അതിഭീതരായി ഭവിച്ചു. മറ്റൊരു വിധത്തിലും രക്ഷ കിട്ടാത്തതുകൊണ്ട് നാശരഹിതനായ ശ്രീനാരായണനെ തന്നെ ശരണം പ്രാപിച്ചു. ഹിരണ്യകശിപുവിൻ്റെ ഉഗ്രതപസ്സു നിമിത്തം ദുഃഖം നേരിട്ടപ്പോൾ ലോകവാസികൾ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവാകട്ടെ ഇതിനു മുമ്പ് തന്നെ ശത്രുവിന് അഭീഷ്ടവരങ്ങൾ നൽകി ശക്തി അധികരിപ്പിച്ചിരിക്കയാൽ ആ വരത്തെ അന്യതാകരിപ്പാൻ താൻ ശക്തനുമല്ല. അതിനാൽ സാക്ഷാൽ സർവേശ്വരനും നാശരഹിതനുമായ ശ്രീനാരായണനെ ശരണം പ്രാപിക്കുകയല്ലാതെ ഗത്യന്തരമില്ലെന്ന് കണ്ടപ്പോൾ ദേവന്മാർ അവിടേക്ക് ചെന്നു. തസ്യൈ നമോസ്തു കാഷ്ടായൈ യത്രാത്മാ ഹരിരീശ്വരഃ യദ്ഗത്വാന നിവർത്തന്തേ ശാന്താ സന്യാസിനോ മലാഃ. ശരണം പ്രാപിച്ച രീതിയെ വിവരിക്കുകയാണ്. ഭഗവത് ഉപാസന നിമിത്തം കർമ്മവാസനാത്മകമായ ദോഷം നശിക്കയാൽ രാഗാദിവൃത്തികളടങ്ങിയ സന്യാസികൾ യാതൊരു സ്ഥാനത്തെ പ്രാപിച്ചാൽ രണ്ടാമത് ജനനമരണ രൂപമായ സംസാരത്തിലേക്ക് മടങ്ങി വരുന്നില്ലയോ? സർവേശ്വരനും സർവാത്മാവുമായ ആ ശ്രീഹരി എവിടെ വസിക്കുന്നുവോ ആ ദിക്കിനായിക്കൊണ്ട് നമസ്കാരം. ഇതിദേ സംയതാത്മാനഃ സമാഹിതധിയോ മലാഃ ഉപതസ്തുർഋഷികേശം വിനിദ്രാവായുഭോജനാഃ. ഇപ്രകാരം ഭഗവാനിൽ നിന്ന് രക്ഷ കിട്ടാതിരിക്കയില്ലെന്നുറച്ചിരിക്കുന്ന അവർ കരചരണാദ്യാവയവ ചേഷ്ടകളൊന്നും കൂടാതെയും മനസ്സിനെ അന്യത്ര ചലിപ്പിക്കാതെയും മത്സരാദി ദോഷഭാവങ്ങൾ കൂടാതെയും നിദ്ര മുതലായ ശരീരധർമ്മങ്ങൾ വെടിഞ്ഞും ആഹാരാദികൾ ഉപേക്ഷിച്ചും വായുഭക്ഷണം മാത്രം അംഗീകരിച്ചും സർവേന്ദ്രിയങ്ങളെയും വ്യാപരിപ്പിക്കുന്ന സർവാന്തര്യാമിയായ ശ്രീ ഭഗവാനെ താഴെ കാണുന്ന മന്ത്രജപത്തോടുകൂടി സ്തോത്രം ചെയ്തു. ഓം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ വിശുദ്ധാനുഭവാനന്ദ സന്തോഹായ യതോ ഭയം. യാതൊരുവൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ പിന്നെ സംസാരഭീതിയില്ലയോ? വിഷയസംബന്ധത്തോടു കൂടാത്ത അനുഭവജ്ഞാനവും പരമാനന്ദവുമാകുന്ന സ്വരൂപത്തോടുകൂടിയും സർവാഭീഷ്ടങ്ങളെയും നൽകുന്ന പരമോദാരനായും ഐശ്വര്യസ്വരൂപനായും സർവത്ര പരിപൂർണനുമായിരിക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. തേഷാമാവിരഭൂദ്വാണി അരൂപാമേഘനിസ്വന സന്നാദയന്തി കകുബഹ സാധൂനാം അഭയങ്കരി. ഇപ്രകാരം ഭഗവാനെ ഭജിക്കുന്ന അവർ ഒരശരീരി വാക്കു കേട്ടു. ആ വാക്ക് മേഘഗർജനം പോലെ ഗംഭീരമായിരുന്നതിനാൽ സകല ഭാഗങ്ങളിൽ നിന്നും പ്രതിശബ്ദം പുറപ്പെട്ടു. സാധുജനങ്ങളുടെ ഭീതിയെ തീർക്കുന്നതായുമിരുന്നു. മാഭൈഷ്ടവിഭൂതശ്രേഷ്ഠാഃ സർവേഷാം ഭദ്രമസ്തുവഃ മദ്ദർശനം ഹി ഭൂതാനാം സർവശ്രേയോപപത്തയേ. ഹേ ദേവശ്രേഷ്ഠന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. പ്രാണികൾക്ക് എന്നെ സംബന്ധിച്ചുള്ള ജ്ഞാനം ദർശനം സകല ശ്രേയസ്സുകളെയും ജനിപ്പിക്കുന്നതാകുന്നു. ജ്ഞാതമേതസ്യ ദൗരാത്മ്യം ദൈദേയാപസദസ്യ ജ തസ്യ ശാന്തിം കരിഷ്യാമി കാലം താവത് പ്രതീക്ഷത. അസുരാതമനായ അവൻ്റെ ദുഷ്പ്രവൃത്തി ഞാൻ അറിഞ്ഞിരിക്കുന്നു, അതിനെ ഞാൻ രമിപ്പിച്ചുകൊള്ളാം. പക്ഷേ കുറഞ്ഞൊരു കാലം നിങ്ങൾ ക്ഷമിക്കുവിൻ. യഥാ ദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ മൈജ വിദ്വേഷഃ സവ ആശു വിനശ്യതി. അവൻ്റെ നാശത്തിനുള്ള കാലം ഏതാണെന്നുള്ള ദേവന്മാരുടെ ആകാംക്ഷയ്ക്ക് സർവ്വസാധാരണത്വേന നാശകാലത്തെ പറയുന്നു. ഏതൊരുവൻ ഏതൊരു സമയത്തിൽ ദേവന്മാരിലും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളിലും വേദോക്ത കർമ്മങ്ങൾക്ക് ഉപകരിക്കുന്ന
ഘൃതാദിദ്രവ്യങ്ങളെ നൽകുന്ന പശുക്കളിലും വേദകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരിലും സദാചാരനിഷ്ഠന്മാരായ സജ്ജനങ്ങളിലും സദ്ധർമ്മത്തിലും സർവേശ്വരനായ എന്നിലും വിദ്വേഷം ജനിക്കുന്നുവോ, പിന്നെ കാലതാമസം കൂടാതെ അവൻ നശിക്കും നിശ്ചയം. നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാദ്രുഹ്യേത് ഹനിഷ്യേബി വരോർജിതം. ദേവാദികളെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായല്ലോ. ഇനിയും അവന് നാശം നേരിട്ടു കാണാത്തതിൽ ബ്രഹ്മാവിൻ്റെ വരബലം നിമിത്തം നാശം തന്നെ ഉണ്ടാകയില്ലയോ എന്ന് നിങ്ങൾ ശങ്കിക്കേണ്ട. സർവേശ്വരനായ എന്നിൽ തന്നെ മനസ്സുറക്കയാൽ ആരിലും വൈരമില്ലാതെ പ്രശാന്തശീലനും സ്വപുത്രനുമായ പ്രഹ്ലാദനെ എപ്പോൾ അവൻ ദ്രോഹിക്കുന്നുവോ അപ്പോൾ ബ്രഹ്മവരബലത്താൽ ഊർജിതനാണെങ്കിലും ഞാൻ അവനെ ഹനിക്കും. എല്ലാം സഹിക്കുന്ന ഞാൻ എൻ്റെ ഭക്തനിൽ ചെയ്യുന്ന ദ്രോഹത്തെ സഹിക്കുകയില്ലെന്ന് ധരിച്ചുകൊള്ളുവിൻ. നാരദ ഉവാച. ഇത്യുക്ത ലോകഗുരുനാഥം പ്രണമ്യ ദിവൗകസഃ നിവർത്തന്തഗതോദ്വേഗ മേനിരേ ചാസുരം ഹതം. നാരദൻ അരുളി ചെയ്തു. ലോകേശ്വരനായ ശ്രീനാരായണൻ ഇപ്രകാരം അരുളി ചെയ്തത് കേട്ട് ദേവന്മാർ ഭഗവാനെ നമസ്കരിച്ചു. അവരുടെ ഭയം ശമിച്ചു. ആ കാലത്തു തന്നെ ഹിരണ്യകശിപു പുത്രനായ പ്രഹ്ലാദനെ ദ്രോഹിച്ചു തുടങ്ങിയിരിക്കയാൽ ഭഗവാൻ ആ അസുരനെ ഹനിച്ചു കഴിഞ്ഞുവെന്ന് തന്നെ ദേവന്മാർ നിശ്ചയിച്ചു. സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. തസ്യ ദൈത്യപദേ പുത്രാശ്ചത്വാര പരമാദ്ഭുതാഃ പ്രഹ്ലാദോ ഭൂന്മഹാംസ്തേഷാം ഗുണൈർമഹദുപാസകഃ. ഹിരണ്യകശിപു ആരംഭിച്ചിരിക്കുന്ന പ്രഹ്ലാദദ്വേഷത്തെ വിവരിപ്പാൻ വേണ്ടി പ്രഹ്ലാദൻ്റെ അസാധാരണ വൈഭവം പറയുന്നു. അസുരാധിപനായ ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, ക്ലാദൻ എന്ന 4 പുത്രന്മാരുള്ളവരിൽ വെച്ച് പ്രഹ്ലാദൻ ഗുണങ്ങളാൽ മഹാനാകുന്നു. ഉത്കൃഷ്ടമായ അവൻ്റെ ഗുണമെന്തെന്നാൽ ശ്രീഹരിഭക്തന്മാരിൽ പരമഭക്തിയുള്ളവനാകുന്നു. അപ്പോൾ ശ്രീഹരിയിൽ എത്രത്തോളം ഭക്തിയുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. ബ്രഹ്മണസ്യ ശീലസമ്പന്ന സത്യസന്ധോ ജിതേന്ദ്രിയഃ ആത്മവത് സർവഭൂതാനാം ഏകപ്രിയ സുഹൃത്തമഃ. ബ്രാഹ്മണരെ ഉപാസിക്കുന്നവനും സൽസ്വഭാവം തികഞ്ഞവനും സത്യം ഒരു കാലത്തും വിടാത്തവനും ബാഹ്യങ്ങളും ആഭ്യന്തരങ്ങളുമായ ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവനും പരമാത്മാവെന്ന പോലെ സകല പ്രാണികളുടെയും ഏകനായ പ്രിയനും അത്യന്തം സുഹൃത്തുമാകുന്നു. ദാസവത്സന്നതാര്യംഗ്രീ പിതൃവദ്ദീനവത്സലഃ ഭ്രാതൃവത്സദൃശേ സ്നിഗ്ധോ ഗുരുഷീശ്വരഭാവനഃ വിദ്യാർത്ഥരൂപജന്മാഢ്യോ മാനസ്തംഭവിവർജിതഃ. മഹാന്മാരുടെ പാദങ്ങളിൽ അവരുടെ ദാസനെന്ന പോലെ നമസ്കരിക്കുന്നവൻ, ദുഃഖിതന്മാരുടെ അവരുടെ മാതാപിതാക്കന്മാരെന്ന പോലെ സ്നേഹിക്കുന്നവൻ, തന്നെപ്പോലെയുള്ളവരിൽ അവരുടെ സഹോദരനെന്ന പോലെ അനുരാഗമുള്ളവൻ, ഗുരുക്കന്മാരിൽ ഈശ്വരഭാവനയുള്ളവൻ, വേദശാസ്ത്രാദികളെ നന്നായി അറിഞ്ഞവൻ, പൂർണ്ണമായ ഐശ്വര്യമുള്ളവൻ, അതിസുന്ദരൻ, ഉത്കൃഷ്ട കുലത്തിൽ ജനിച്ചവൻ, എങ്കിലും അർത്ഥാദികൾ നിമിത്തം അഭിമാനമോ അഹങ്കാരമോ ലേശവുമില്ലാത്തവൻ, നോദിഗ്നചിത്തോ വ്യസനേഷു നിസ്പൃഹഃ ശ്രുതേഷു ദൃഷ്ടേഷു ഗുണേഷു വസ്തുദൃക് ദാന്തേന്ദ്രിയ പ്രാണശരീരധീ സദാ പ്രശാന്തകാമോ രഹിതാസുരോസുരഃ. ദുഃഖങ്ങളിൽ മനസ്സിൽ ഭയമില്ലാത്തവനും ഐഹികങ്ങളും ആമുഷ്മികങ്ങളുമായ വിഷയങ്ങൾ നശ്വരങ്ങളാണെന്ന് അറിഞ്ഞിരിക്കയാൽ അവയിൽ ആഗ്രഹമില്ലാത്തവനും നിത്യാഭ്യാസത്താലും തത്വവിചാരത്താലും ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, ശരീരം, ബുദ്ധി ഇവയെ അടക്കിയവനും ഒരു വിഷയത്തിലും ഒരു കാലത്തും ആഗ്രഹമില്ലാത്തവനും അസുരവംശത്തിൽ ജനിച്ചുവെങ്കിലും മാത്സര്യം മുതലായ ആസുര സ്വഭാവം ഇല്ലാത്തവനുമായിരുന്നു. ഈ വക ഗുണങ്ങൾ ചിലർക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പ്രഹ്ലാദൻ അങ്ങനെയല്ല. ഈ ഗുണങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. യസ്മിൻ മഹത് ഗുണാരാജൻ ഗൃഹ്യന്തേ കവിഭിർമുഹുഃ നദേതുനാപിധീയന്തേ യഥാ ഭഗവതീശ്വരേ. ഹേ രാജൻ, പ്രഹ്ലാദനുള്ള മഹാഗുണങ്ങളെ കവികൾ ഇന്നും കീർത്തിക്കുന്നു. ഷഡ്ഗുണ പരിപൂർണനായ ഭഗവാനിലുള്ള ഗുണങ്ങളെന്ന പോലെ പ്രഹ്ലാദ ഗുണങ്ങൾ ലോകത്തിൽ നിന്ന് മറയുകയില്ല. യം സാധുഗാഥാ സദസീരിഭവോ വിസുരാ നൃപ പ്രതിമാനം പ്രകുർവന്തി കിമുദാന്യേ ഭവാദൃശാഃ. അല്ലയോ രാജാവേ, ജന്മനാ വൈരികളായ ദേവന്മാർ കൂടി മഹാഭക്തന്മാരെ ഗണിക്കുന്ന സദസ്സിൽ പ്രഹ്ലാദനെ ഉത്തമ ഭക്തനെ ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞു വരുന്നു. അങ്ങനെയിരിക്കെ അങ്ങയെപ്പോലെയുള്ള അജാത ശത്രുക്കളായ വിഷ്ണുഭക്തന്മാർ പ്രഹ്ലാദനെ ഏതുവിധം വിചാരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഗുണൈരലമസംഖ്യേയൈർമാഹാത്മ്യം തസ്യ സൂച്യത്തെ വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീ രതിഃ.
പ്രഹ്ലാദ കല്യാണഗുണങ്ങളെ പറഞ്ഞു തീർക്കുവാൻ സാധിക്കുകയില്ല. അവൻ്റെ മഹിമയെ സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്രയും മാഹാത്മ്യമുണ്ടായതിന് കാരണമെന്തെന്നാൽ വാസുദേവനിൽ അവനെ പരമപ്രേമലക്ഷണയായ ഭക്തി ജന്മസിദ്ധയായി വന്നതുതന്നെ. ന്യസ്തക്രീഡനഗോ ബാലോ ജഡവത്തന്മനസ്തയാ കൃഷ്ണഗ്രഹഗൃഹീതാത്മാ നവേദ ജഗദീദൃശം. സാധാരണ ബാലന്മാരെ പോലെ ക്രീഡാസാധനങ്ങളെടുത്ത് കളിക്കുന്ന സ്വഭാവം അവനിൽ കാണപ്പെടുന്നില്ല. കളിക്കോപ്പുകളെല്ലാം ഉപേക്ഷിച്ച് കല്ല്, മരം മുതലായ ജഡപദാർത്ഥങ്ങൾ എന്ന പോലെ അനക്കമില്ലാതെ ഇരിക്കുന്നതായി കാണും. ശ്രീകൃഷ്ണ ഭഗവാൻ അവൻ്റെ മനസ്സിനെ ലൗകിക വിഷയങ്ങളിൽ നിന്ന് വേർപെടുത്തിയിരിക്കുന്നത് കൊണ്ട് അവൻ്റെ മനസ്സ് എപ്പോഴും ശ്രീകൃഷ്ണനിൽ തന്നെ ലയിച്ചിരിക്കയാൽ സാധാരണ ജനങ്ങൾ വ്യവഹാരദശയിൽ ഈ ലോകത്തെ ഏതുവിധം കാണുന്നുവോ അതുപോലെ പ്രഹ്ലാദൻ കാണുന്നില്ല. പ്രഹ്ലാദൻ്റെ മനസ്സ് ലോകവിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല. ആസീന പര്യടന്നശ്നൻ ശയാന പ്രബിഭൻ ബ്രുവൻ നാനുസന്തത്ത ഏതാനി ഗോവിന്ദ പരിരംഭിത. പ്രഹ്ലാദൻ ഇരിക്കുക, നടക്കുക, ഭക്ഷിക്കുക, ശയിക്കുക, പാനം ചെയ്യുക, സംസാരിക്കുക എന്ന പ്രവർത്തികൾ നടത്തുന്ന സമയങ്ങളിൽ അവൻ ഏതിന്മേലിരിക്കുന്നു, എവിടെ സഞ്ചരിക്കുന്നു, എന്തൊന്നു ഭക്ഷിക്കുന്നു, എവിടെ കിടക്കുന്നു, എന്തു പാനം ചെയ്യുന്നു, എന്തു പറയുന്നു എന്ന വിഷയങ്ങളിൽ അവൻ്റെ മനസ്സ് വ്യാപരിക്കുന്നില്ല. അവനെ ഭഗവാൻ ആലിംഗനം ചെയ്തിട്ട് തന്നോടുകൂടി ചേർത്തിരിക്കുന്നു. ചെറിയ കുട്ടികളെ മാതാപിതാക്കന്മാർ മാറിടത്തിൽ ചേർത്തു സഞ്ചരിക്കുന്നത് പോലെ ഭഗവാൻ പ്രഹ്ലാദനെ തന്നോടുകൂടി ചേർത്തിരിക്കുന്നു. സാധാരണ ഭക്തന്മാർ അവരുടെ മനസ്സിനെ ഭഗവാനിൽ ലയിപ്പിക്കുവാൻ പരിശ്രമിക്കുക പതിവാണല്ലോ. എന്നാൽ പ്രഹ്ലാദൻ്റെ കാര്യം അങ്ങനെയല്ല. ഭഗവാൻ തന്നെ അവൻ്റെ മനസ്സിനെയും സ്ഥൂല ശരീരത്തെ കൂടിയും തന്നോടുകൂടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ പ്രഹ്ലാദനെ ആലിംഗനം ചെയ്യുന്നത് അവൻ മാത്രം കാണുന്നു. അന്യർക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല. ഭഗവാന്റെ അംഗത്തോടുള്ള ചേർച്ച നിമിത്തമുണ്ടായ ആനന്ദത്തിൽ അവൻ്റെ അന്ധഃകരണം ലയിച്ചിരിക്കയാൽ ബാഹ്യേന്ദ്രിയങ്ങൾ സംസ്കാരവശാൽ ഗമനാദിക്രിയകൾ നടത്തുന്നുവെങ്കിലും അവയെ അനുസന്ധാനം ചെയ്യാനുള്ള മനസ്സിൻ്റെ അഭാവത്തെ സൂചിപ്പിച്ചിരിക്കുന്നു. ക്വചിദ്രുദതി വൈകുണ്ഠചിന്താശബളചേതനഃ ക്വചിദ്ദസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിത്. ഭക്തിയുടെ ആധിക്യം നിമിത്തമുള്ള ചേഷ്ടാവിശേഷങ്ങളും ബാലചേഷ്ടങ്ങളും ഒരുപോലെ എന്ന് കാണിക്കുന്നു. ബാലകനെ എടുത്തിരിക്കുന്ന ജനനി ഗൃഹകൃത്യങ്ങൾക്കു വേണ്ടി കുട്ടിയെ ഒരു ദിക്കിൽ കിടത്തിയിട്ടോ ഇരുത്തിയിട്ടോ പോകുമ്പോൾ കുട്ടി കരയുന്നത് പോലെ പ്രഹ്ലാദൻ ഭഗവാനെ സാക്ഷാത്തായിട്ട് കാണാതിരിക്കുന്ന ചില സമയത്തിൽ ആ ഭഗവാന്റെ ആനന്ദസ്വരൂപത്തോട് വേറിടുക നിമിത്തമുണ്ടായ അസഹ്യ ദുഃഖത്താൽ കരയും. ഉടനെ ഭക്തപരാധീനനായ ഭഗവാൻ സന്ദർശനം നൽകും. സ്വശരീരത്തോടുകൂടി ഭക്തശരീരത്തെ അണച്ച് ആനന്ദിപ്പിക്കും. അപ്പോൾ പ്രഭുവിൽ നിന്ന് ലഭിച്ച സമ്മാനത്തെ ആലോചിച്ചും കൊണ്ട് കരയുന്ന ബാലകനെ അമ്മ വന്നെടുത്ത് ലാളിക്കുന്ന സമയം കുട്ടി ചിരിക്കുന്നത് പോലെ ചിരിക്കും. ചിലപ്പോൾ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങൾ ഉച്ചത്തിൽ കീർത്തിക്കും. ബാലൻ മാതാപിതാക്കന്മാരോട് അവ്യക്ത മധുരസ്വരത്തിൽ സംഭാഷണം ചെയ്ത് രസിക്കുന്നത് പോലെ ഭഗവാനെ നോക്കി സ്തുതിച്ച് സന്തോഷിക്കും. നദതി ക്വചിദുത്കണ്ഠോ വിലജ്ജോ നൃത്യതി ക്വചിത് ക്വചിത് തദ്ഭാവനായുക്തസ്തന്മയോനുചകാരഃ. ചിലപ്പോൾ അതിദൂരത്തിൽ പ്രത്യക്ഷ സ്വരൂപനായ ഭഗവാനെ നോക്കി ഉച്ചസ്വരത്തിൽ ഹേ കൃഷ്ണ, ഹേ പ്രഭോ, ഹേ ഭക്തവത്സല എന്നിങ്ങനെ വിളിക്കും. ചിലപ്പോൾ ഭഗവാൻ ഹേ പ്രഹ്ലാദ, നീ തന്നെ എൻ്റെ അതിപ്രിയൻ, നിന്നെ കാണാതെ എനിക്ക് സുഖമില്ല എന്നിങ്ങനെ തന്നോട് പറയുന്നതായിട്ട് കേൾക്കുമ്പോൾ ഉണ്ടായ അത്യാനന്ദം നിമിത്തം ലജ്ജ കൂടാതെ താണ്ഡവം ചെയ്യും. ചിലപ്പോൾ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കാണാതെ ഭഗവത് ചിന്താതിശയത്താൽ ആനന്ദമത്തനായി താൻ തന്നെ ഭഗവാൻ എന്നുള്ള അഭേദ ഭാവനയ്ക്ക് അധീനനായിട്ട് ഭഗവാൻ ചെയ്തിട്ടുള്ള ലീലകൾ അഭിനയിക്കും. ക്വചിത് ഉത്പുളകസ്തൂഷ്ണീമാസ്തേ സംസ്പർശ നിർവൃതഃ അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലിതേക്ഷണഃ. ചിലപ്പോൾ ഭഗവാനെ തൻ്റെ സ്ഥൂല ദൃഷ്ടികൾ കൊണ്ട് നോക്കിയിട്ട് കാണാതാകുമ്പോൾ എവിടെ ഞാൻ പോകട്ടെ, പ്രഭുവിനെ എങ്ങു ചെന്നാലാണ് കാണുക എന്ന വിചാരത്താൽ കണ്ണടച്ചിരിക്കുമ്പോൾ തൻ്റെ ഹൃദയകമലത്തിൽ പ്രസ്ഫുടമാകും വണ്ണം പ്രകാശിക്കുന്ന ഭഗവാൻ സ്വപാണി പല്ലവത്താൽ അവൻ്റെ സർവാംഗങ്ങളെയും സുഖതരമാകും വണ്ണം സ്പർശിക്കുന്നത് കൊണ്ടുള്ള അനിർവാച്യമായ സുഖം അനുഭവിക്കുക നിമിത്തം ശരീരത്തിൽ സർവഭാഗത്തും രോമാഞ്ചയുക്തനായും സുസ്ഥിര പ്രണയത്താലുള്ള ആനന്ദാധിക്യം നിമിത്തം ബാഷ്പം നിറഞ്ഞും അല്പം തടിച്ചുമിരിക്കുന്ന നേത്രങ്ങളോട് കൂടിയവനായും ഒന്നും മിണ്ടാതെ ആനന്ദസമുദ്രത്തിൽ മുങ്ങിക്കിടക്കും. സ ഉത്തമ ശ്ലോകപദാരവിന്ദയോർ നിഷേവയാ കിഞ്ചന സങ്കലബ്ധയാ തന്വൻ പരാം നിർവൃതിമാത്മനോ മുഹുർദുസ്സംഗദീനാന്യമനശ്രമം വെദാത്.
ലൗകികവും വൈദികവുമായ സർവ്വ വ്യാപാരങ്ങളെയും ഉപേക്ഷിച്ച് ശ്രീ ഭഗവാനിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരുടെ സംസർഗം നിമിത്തം ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ നിരന്തരം സേവിച്ചുകൊണ്ടിരിക്കുന്ന പ്രഹ്ലാദൻ തൻ്റെ മനസ്സിന് പരമാനന്ദത്തെ അധികരിപ്പിക്കുകയും വിഷയസംഘം നിമിത്തം ക്ലേശിക്കുന്ന അന്യരുടെ മനസ്സിൽ ശാന്തി ജനിപ്പിക്കുകയും ചെയ്തു. തസ്മിൻ മഹാഭാഗവതേ മഹാഭാഗേ മഹാത്മനി ഹിരണ്യകശിപൂ രാജൻ ഖരോദകമാത്മജേ. ഹേ രാജൻ, ഇപ്രകാരമുള്ള പ്രഹ്ലാദനെ ഹിരണ്യകശിപു ദ്രോഹിച്ചു തുടങ്ങി. ഒരു സംഗതി കൊണ്ടും ദ്രോഹിപ്പാൻ സംഗതിയില്ല. എന്തുകൊണ്ടെന്നാൽ പ്രഹ്ലാദൻ അത്യുത്തമനായ ഭഗവത് ഭക്തൻ, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ മാത്രം മഹാഭാഗ്യവാൻ, പരമാനന്ദ പ്രാപ്തി നിമിത്തം തുച്ഛങ്ങളായ ലൗകിക സുഖങ്ങളെ തീരെ പരിത്യജിക്കുവാനുള്ള മാഹാത്മ്യം സിദ്ധിച്ചവൻ, ഹിരണ്യകശിപുവിൻ്റെ ആത്മജൻ. ഇങ്ങനെയിരിക്കെ പ്രഹ്ലാദനെ ദ്രോഹിച്ചത് അതികഷ്ടകർമ്മമല്ലേ? യുധിഷ്ഠിര ഉവാച ദേവർഷ ഏതദിച്ഛാമോ വേദിതും തവ സുവ്രത യഥാത്മജായ ശുദ്ധായ പിതാദാത് സാതവേഹ്യകം. യുധിഷ്ഠിരൻ ചോദിച്ചു, ഭഗവത് സേവാപരമായ പരമവ്രതത്തോടുകൂടിയ ഹേ ദേവർഷേ, പരിശുദ്ധമായ സ്വഭാവവും ഭഗവാനിൽ പരമഭക്തിയുമുള്ള സാധുവായ പുത്രനെ പിതാവ് ദ്രോഹിപ്പാനുണ്ടായ കാരണമെന്താണെന്ന് അങ്ങയിൽ നിന്നു തന്നെ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുത്രാൻ വിപ്രതികൂലാൻ സ്വാൻ പിതരപുത്രവത്സലാഹ ഉപാലബന്ധേ ശിക്ഷാർത്ഥം നൈവാഗമപരോ യഥാ കിമുദാനുവശാൽ സാധും താദൃശാൻ ഗുരുദേവതാൻ. മുമ്പ് പറഞ്ഞ സംഗതിയെ തന്നെ ഒന്നുകൂടി സ്പഷ്ടമാക്കുന്നു. പറഞ്ഞതു കേൾക്കാതെ മര്യാദ തെറ്റിയ പ്രവർത്തികളിൽ പ്രവേശിക്കുന്നവരായിരുന്നാൽ കൂടി സ്വപുത്രന്മാരിൽ സ്നേഹമുള്ളവരായിരിക്കുന്ന മാതാപിതാക്കന്മാർ അവരെ കാര്യാകാര്യങ്ങൾ ധരിപ്പിക്കുവാൻ വേണ്ടി ആക്ഷേപിക്കുക മാത്രമല്ലാതെ ഇതരന്മാർ ചെയ്യുന്ന വിധത്തിൽ ദ്രോഹിക്കുക പതിവില്ല. അങ്ങനെയിരിക്കെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങിയും അവരെ ദൈവമെന്ന് വിശ്വസിച്ചും സദാചാരത്തിൽ നിന്ന് ചലിക്കാതെയും ഇരിക്കുന്ന പ്രഹ്ലാദ സദൃശന്മാരായ പുത്രന്മാരെ ദ്രോഹിപ്പാൻ കാരണമില്ലെന്ന് പറയണമോ? ഏതത് കൗതൂഹലം ബ്രഹ്മൻ അസ്മാകം വിദമപ്രഭോ പിതുപുത്രായ യദ്വേഷോ മരണായ പ്രയോജിതഃ. ഹേ ബ്രഹ്മജ്ഞനായിരിക്കുന്ന പ്രഭുവായുള്ളോനെ, പിതാവ് തന്നെ പുത്രൻ്റെ മരണത്തിനായിക്കൊണ്ട് പരമദ്രോഹത്തെ പ്രയോഗിച്ചു എന്ന സംഗതി എങ്ങനെ സംഭാവ്യം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഈ കൗതുകത്തെ, ഈ കാര്യം അറിയണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ അങ്ങ് തന്നെ സാധിപ്പിക്കണം. ഇതിനെ മറ്റൊരു വിധത്തിലും വ്യാഖ്യാനിക്കാം. ഹേ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്ന പരമഗുരു, പുത്രൻ്റെ മരണത്തിനായിട്ട് പിതാവ് ചെയ്ത വിദ്വേഷം പിതാവിൻ്റെ മരണത്തിനായി കലാശിച്ചു എന്ന സംഗതി അറിയേണ്ടതു തന്നെയാണെന്നുള്ള ഞങ്ങളുടെ കൗതുകത്തെ അങ്ങ് തന്നെ ശമിപ്പിക്കണം. ആ സംഗതി വിസ്തരിച്ചു ഞങ്ങളെ സമാധാനിപ്പിക്കണം. 4-ാമത്തെ അധ്യായം സമാപിച്ചു. 5-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.